ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബിബിൻസ് ട്രാവൽ ആൻഡ് ഈറ്റിന്റെ പുതിയൊരു നല്ലൊരു കുക്കിംഗ് വീഡിയോ എല്ലാവരും സാധനം. ഞങ്ങൾ ഇന്ന് ഷാർജ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് നല്ല ഒന്നാന്തരം ഞണ്ടും പിന്നെ നമ്മുടെ മോതല്ല നമ്മുടെ ഹമ്മൂറിന്റെ മുള്ളും കിട്ടും. അപ്പോൾ നമ്മൾ ഒരു വണ്ടിക്ക് രണ്ട് വയ്ക്കി തോന്നുന്നത് ഞങ്ങൾ ഇന്ന് രണ്ട് കറി വെക്കാൻ പോകും. ഞണ്ട് കറി പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹമ്മൂറിന്റെ മുള്ളും സംഭവം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒന്ന് ക്ലീനൊക്കെ ചെയ്യണം. ക്ലീനായിട്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷനോട്ട് പോകണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മീൻ ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഞണ്ട് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്യാൻ തോന്നുക. വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അത്രയായിട്ട് മെനക്കണമല്ലോ, നല്ല സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്നുകൂടെ പിടിച്ചൊന്ന് രണ്ട് പീസ് ആക്കണം. ഇത് ഇത്രയും വലിയ പീസായിട്ട് നമുക്ക് ചട്ടിക്കകത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒടിച്ച് മുറിച്ച് എല്ലാം എടുക്കണം. ഇത് നമ്മുടെ ഞണ്ട് കുറച്ചേ വാങ്ങിച്ചുള്ളൂ, ചട്ടിക്കകത്ത് ഇത്ര തികയത്തുള്ളൂ. അപ്പോൾ ചട്ടിക്കകത്ത് തികയുന്ന രീതിയിൽ ഞങ്ങൾ സാധനം റെഡിയാക്കി വാങ്ങിച്ചു. ഇത് നമ്മുടെ ഹമ്മൂർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്മൂറിൻ്റെ മുള്ളാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മുള്ളാന്ന് പറയുമോ. ഇതാണ് ഈ ഫില്ലറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, DRBകൾ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഫില്ലറ്റിന് വേണ്ടി മാത്രം അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവരതിൻ്റെ മുള്ള് എടുക്കത്തില്ല, അവർ ദശ മാത്രം കൊണ്ടുപോകും. ഇത് നമുക്ക് ചെറിയ വിലയ്ക്ക് നമുക്ക് ഈ സാധനം നമുക്ക് കിട്ടും. ഇതാണ് സാധനം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ക്ലീനിങ് വീഡിയോ ഒക്കെ ഇടാം. എന്നിട്ട് ബാക്കി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ഞങ്ങൾ നമുക്ക് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഹമ്മൂർ കറി വെക്കാനുള്ള രണ്ട് കറികളുണ്ട്. ഒരു കറികളും നമ്മളിപ്പോൾ എടുത്ത് ഇപ്പം റെഡിയാക്കിയിട്ടുണ്ട്. അത് ഒഴിക്കട്ടെ. ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഞണ്ടിനെ റെഡിയാക്കി അങ്ങനെ നമ്മുടെ ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇച്ചിരി വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ നമ്മുടെ ഫ്രണ്ടാണ് എബിൻ. പിന്നെ അളിയൻ നമ്മുടെ വണ്ടി പിടിച്ച റാത്തൽ ഗെയിമേന്ന് വന്നിട്ടുണ്ട്. അളിയൻ അപ്പോൾ റാത്തൽ ഗെയിമേന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളിയൻ കഴിക്കാൻ പോകും. നമുക്ക് ബാക്കി നമ്മുടെ പരിപാടിയില്ല. അളിയൻ ഇവിടെ നമ്മുടെ എബിൻ അളിയൻ ഇവിടെ നമ്മുടെ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഈ മീനോടൊന്ന് റെഡിയാക്കി നമ്മുടെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് മതി. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയാണ്.
കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ ഒരു പരിവാക്കിയിട്ടുണ്ടോ. അത് കഴുകി ഇനിയിപ്പോൾ ഇതിനൊന്നും തിളപ്പിക്കണം. ഇതാണ് സംഭവം. നമ്മളിപ്പോൾ ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളറും മാറും, അത്യാവശ്യം ബോണ്ടെല്ലാം ഒന്ന് പോവും. തിളച്ച് കഴിഞ്ഞ് ഒന്ന് അത്യാവശ്യം ചെറുതായിട്ട് വേവ് വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്തേക്ക് മാറ്റി വെക്കും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതിനെ ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കണം. ബാക്കി ഇതെല്ലാം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാം ചെയ്തിട്ട് നമുക്ക് അപ്പോൾ ഞങ്ങൾ മീനെല്ലാം കഴുകി മറ്റേ അടുപ്പത്തിരിക്കുന്നു. അപ്പം ബാക്കി എല്ലാം ഒന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കിയിട്ട് വരാം. എല്ലാവരും അതല്ലേ അതൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി ഇട്ട് വന്നിട്ട് വൃത്തിയായിട്ട് നമ്മുടെ ഒന്ന് ക്ലീൻ ചെയ്യണം. മീനൊക്കെ വേണ്ടിയല്ലേ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ എല്ലാം കുക്ക് ചെയ്യുന്ന ആ പരുവത്തിലാകുമ്പോഴത്തേക്ക് നമ്മൾ വന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങളോട്ട് വരണം. ഓക്കെ, നമ്മുടെ ഞണ്ട് തിളച്ച് ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്ത് മാറ്റാനുള്ള പരിവായി. എന്നിട്ട് ഇതിനൊന്ന് ആറ് കഴിയുമ്പോഴത്തേക്ക് ഇത് കളഞ്ഞിട്ടൊന്ന് കഴുകി ഒന്നെടുക്കണം. ഇതിനെ ഒന്നുകൂടെ കഴുകി ഒന്ന് റെഡിയാക്കി. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് കണ്ടല്ലോ, നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് ചുറ്റി നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ഞണ്ട് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഇതല്ലേ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച് ഒന്നുകൂടെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞണ്ട് റെഡിയാണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞണ്ടിനുള്ളത് തന്നെയാണ്. ഇത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, മറ്റേ ചെറുജീരകം, അതും പിന്നെ കുരുമുളക് കൊണ്ട് ഇട്ട് ഒന്ന് ചതച്ചെടുത്താണ്, മിക്സിയിലിട്ട് ചതച്ചെടുത്താണ്. പിന്നെ ഞണ്ടിനകത്ത് ചേർക്കാനുള്ളതാണ് നമുക്ക് തക്കാളി, ആവശ്യം തക്കാളി, പിന്നെ ഒരു സവോളയും, പിന്നെ ബാക്കി കൊച്ചുള്ളിയും. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പക്ഷേ നമുക്ക് സവോള വേണ്ട സവോള നമ്മളിപ്പോൾ കൂടുതലും കൊച്ചുള്ളിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോർമലി അറിയാമല്ലോ, ഇവിടെ മീൻ കറിക്കുള്ളതാണിത്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പുളി. നമ്മുടെ നാട്ടിലെ നല്ല ഒന്നാന്തരം കുടംപുളിയാണ്. അപ്പോൾ അത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. കറിവേപ്പില പിന്നെ നമ്മൾ രണ്ടിനോട് ചേർക്കാൻ വേണ്ടി ഇച്ചിരി ഏറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് എടുക്കാം അല്ലേ, കുക്കിങ്ങിലോട്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ മീൻ ഇരിപ്പുണ്ട്. മീൻ കഴുകിയതും കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നമ്മുടെ പതിയെ പരിപാടിയിലോട്ട് വരാം. അങ്ങനെ നമ്മൾ 2 ചട്ടി വെച്ചിട്ടുണ്ട്. 2 ചട്ടിയിലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. വെള്ളമുണ്ട് അത്യാവശ്യം. ചട്ടിയിൽ ഇച്ചിരി വെള്ളമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തൂത്ത് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് പതിയെ നമ്മുടെ പരിപാടിയോട് പോകാം അല്ലേ? നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മൾ വിട്ടുപോകുന്ന 2 ഐറ്റമുണ്ട്. നമ്മുടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി. അപ്പോൾ ഇതും നമ്മുടെ സൈഡിലിരിപ്പുണ്ട്. നമുക്ക് പതിയെ ഓരോന്നായിട്ട് അടുപ്പത്തിലൂടെ നമുക്ക് ആദ്യം നമ്മുടെ മീനെ ഒന്ന് അടുപ്പത്തിലേക്ക് അതായത് നമ്മുടെ ചട്ടി അതിൻ്റെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്.
ചട്ടി നല്ലൊരു ചൂടായി. അത് നമ്മുടെ വെളിച്ചെണ്ണ, നമുക്ക് നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഈസ്റ്റേണിൻ്റെ വെളിച്ചെണ്ണയാണ്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേണ്ട വെളിച്ചെണ്ണ അടുത്ത് വെളിച്ചെണ്ണ കാണിച്ചു കൊടുക്കും. ഏകദേശം വേണ്ട വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. തീ ചില കൂടിപ്പോയത്, അതാണ് ഞാനൊന്ന് കുറച്ചിട്ടാണ്. അതേ സമയത്ത് ഇതും ചില ചൂടാണ്. അവിടെ ചെറിയ തീയിൽ നമുക്ക് ഇവിടെ ആവശ്യത്തിനൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു വെച്ചേക്കാം. ഒഴിക്കാം. നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ ആവശ്യം എനിക്ക് വരുന്നില്ല. നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ മാറ്റി വെച്ചേക്കാം. ഓഫ് ചെയ്തിട്ട് അല്ലേ ഇതൊന്ന് വീട്ടിൽ നമുക്ക് ഈ ചട്ടി ഇടയ്ക്ക് എന്തോ ഇളക്കി വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ചട്ടി ചൂടാകുമ്പോൾ ചട്ടിയുടെ സൈഡ് മാത്രം ചൂടാകുന്നുള്ളൂ. അപ്പോൾ ഈ പുകയും ചട്ടി, അപ്പോൾ എണ്ണ ഒന്ന് സൈഡിലോട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ശേഷം ചൂടായി തോന്നും. നമുക്ക് കുറച്ച് ഉലുവ, കുറച്ച് ഉലുവ, കുറച്ച് ചൂടായിട്ട് കേട്ടോ. ചട്ടി പെട്ടെന്ന് ചൂടാവും. പക്ഷേ ഇവിടുത്തെ ഗ്യാസും ചിലതക്കാരനും അല്ല, സൂപ്പർ ഗ്യാസ് ആയതുകൊണ്ട് പെട്ടെന്ന് തപ്പേ ചൂടാവും. അതിന് വേണ്ട നമ്മുടെ കടുക്, കടുക് അത്യാവശ്യം പൊട്ടിയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇതിൽ സമയമായി. ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുക. ഇത് നല്ല മുളകിട്ട കറിയാണ്. നമ്മുടെ നാടൻ ഈ കോട്ടയം സ്റ്റൈലിനൊക്കെ പറയുന്നത്, നമ്മുടെ അച്ചായമാരുടെ സ്റ്റൈലിൽ പറയുമ്പോൾ നാടൻ മുളകിട്ട കറിയാണ്. നമ്മളിതിനകത്ത് ഈ പറഞ്ഞ കൊച്ചുള്ളിയോ ഒന്ന് സവോളായിട്ട് ഒന്നും ചേർക്കാറില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കി നമ്മൾ ഒരു 2 ദിവസം 3 ദിവസം വെളിയിരുന്നാലും ഇത് കേടാറില്ല. അങ്ങനെ ടേസ്റ്റ് കൊടുത്തിരുന്നു. ഇതൊന്നൊരു ബ്രൗൺ കളറാണ്. ഇന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിറച്ചിട്ടേ അത്യാവശ്യം ചോർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട കറിവേപ്പിലയുണ്ട്. അത് നോക്കി വെച്ചാൽ എന്തിനാൽ ആവശ്യത്തിന് ചൂട് ചട്ടിയിലുണ്ട്. അപ്പോൾ ഇനി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. കറിവേപ്പിലയോടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നല്ല അത്യാവശ്യം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കിട്ടും. അത് നമ്മളിതിനൊന്ന് ഒരു ടീസ്പൂൺ കണക്കൊന്നും നമ്മൾ പറയത്തില്ല. ഇതൊക്കെ നമ്മളൊരു ഭക്ഷണം പോലെ ചേർക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമാണ് എങ്ങനെ ചേർക്കും. നമ്മൾ മല്ലിപ്പൊടി ചേർക്കും. കുറച്ച് മല്ലിപ്പൊടി, അത്യാവശ്യം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. നമുക്കിപ്പോൾ അത്യാവശ്യം മീനുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലേറെ മുളക് പൊടി നമുക്ക് ഇതിനകത്ത് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പിടിച്ച് വെക്കണം. ഇപ്പം മുളക് പൊടി ഇട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി ഒന്ന് മുരിച്ചെടുക്കണം. നമ്മുടെ സ്റ്റൗ ഓഫ് കേട്ടോ, ഓഫിൽ വെച്ചാണ്. എണ്ണ ഇച്ചിരി കുറഞ്ഞു പോയി. ഇതൊന്ന് ചൂടാണ് കേട്ടോ. ചില ഈ മസാല ഇപ്പോൾ നമ്മളുണ്ട് ഇട്ട കളറിനേക്കാൾ ഒന്ന് മാറി, കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതിനകത്ത് എണ്ണ തീരെ കുറവായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒന്ന് കുഴഞ്ഞു വന്നേനെ. അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ നമ്മുടെ പുളി, നമ്മുടെ 1.5 പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഒരു 3-4 പുളിയുണ്ട്. ഇത് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് എടുത്ത് കളയും. കറി വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് കളയും. അത്യാവശ്യം അത് ചൂടായപ്പോഴത്തേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലതായിട്ട്. ഇത് നമുക്ക് വേണ്ടത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഈ റോഡ് ചെയ്യാം.
ഇത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കറി അടിക്ക് പിടിക്കും. കൂടെ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. നമുക്ക് തീയൊക്കെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ തിളയ്ക്കാറുണ്ടാകും. ഇതിൻ്റെ നല്ല കുറുക്കനായിട്ടാണ് ചാർജ് ചെയ്യുന്നുണ്ട്. ഇത്രയും കട്ടിക്ക് ചേർക്കത്തില്ല. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നീട്ടും. നീട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ഫിഷ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം മീനുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം. പറയാം, ഇത് ഇത്രയും ആവശ്യത്തിന് മതിയും തോന്നുന്നു. നമുക്ക് നോക്കാം, വേണമെങ്കിൽ നമുക്കിനി വേണമെങ്കിൽ ആവശ്യം നമുക്ക് ഇതിപ്പോൾ ഇത്ര മതി. ഇത് തന്നെ കൊള്ളാൻ തോന്നും. ഇവരൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് ഒന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ ചെയ്യണം. അപ്പോൾ ഇതിനെ ഒന്ന് അടുപ്പത്ത് കയറ്റിയിട്ട് നമുക്ക് മറ്റേലോട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ടെൻഷൻ ഇല്ല. രണ്ടുകൂടെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുളമായി പോകും. ഇവരെ അടുപ്പത്ത് കയറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ പ്രധാന സംഭവമായ നമ്മുടെ നല്ല തനിനാടൻ ഞണ്ടുകളിലോട്ട് പോകുന്നതായിരിക്കും. ഇല്ലേ, നമ്മളിപ്പോൾ ഞണ്ടുകൾ നമ്മൾ ഇത് വെച്ചിട്ട് അടുപ്പത്ത് കയറിയതിന് ശേഷം മാത്രം നമ്മൾ അതെ പോകും. ഇതും തിളച്ചു അല്ലേ? അതെ. നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട്. നമ്മുടെ സാധനം ഇട്ട് തിളച്ച് നല്ല തിളച്ച് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ കൈക്കണക്കാണ്, നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ കൂടി പോകും തോന്നുന്നു. ഇവിടുത്തെ ഉപ്പല്ലേ, കുഴപ്പമില്ല. ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ആഡ് ചെയ്താൽ മതി. നല്ലതായിട്ട് വെട്ടി തിളച്ചപ്പോൾ തീ കുറച്ചപ്പോൾ ഒന്ന് കുറഞ്ഞാണ്. അതിനോട് നമ്മുടെ കഴുകി വെച്ചിരുന്ന മീൻ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നാമതൊരു പീസാക്കണം. ചില വലുപ്പത്തിൽ, കാരണം മുള്ളായതുകൊണ്ട് ഒത്തിരി ചെറുതായി കഴിഞ്ഞാൽ ചില പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചില വലുപ്പത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇനി പിന്നെ ഇതിനകത്ത് നമ്മൾ അതിന് തവി ഇടത്തില്ല. ഇത് നമ്മൾ ജസ്റ്റ് തുണി വെച്ചിട്ടൊന്ന് ആട്ടി കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ മീൻകറിയൊക്കെ നമ്മൾ ചട്ടിക്കകത്ത് തന്നെ വെക്കണം, എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇതല്ല, അതിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ ചട്ടിക്കകത്ത് തന്നെ. ഇനി ഇത് തിളച്ചിട്ട് നമ്മൾ ഒരു അത്യാവശ്യം രീതിയിൽ തുറന്ന് വെച്ച് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത്യാവശ്യം പിടിക്കുകയും ചെയ്യും. ആ ചാറ് ഒന്ന് വറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതവിടെ തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ഇനി മെയിൻ നമ്മുടെ സാധനമാണ് നമ്മുടെ ഞണ്ട് കറി. നമ്മുടെ മെയിൻ ഞണ്ട് കറിയിലോട്ടേക്ക് നമ്മൾ വരാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒന്ന് ചൂടാണ്. നമ്മുടെ മീൻ ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഉണ്ടോ എന്ന് കാണിച്ചോളൂ. മീൻ ഇവിടെ നമ്മുടെ ശേഷം നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തീ ഒന്ന് അത്യാവശ്യം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കണം. ചെറിയ തീ കിടന്ന് അവിടെ പതി കിടന്ന് എടുത്തു. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഞണ്ടാണ്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ തന്നെ ഇതുപോലെ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ പിന്നെ സാധനം നമ്മൾ ഇടുന്നതുകൊണ്ട് ഒരു ശകല ഇടുന്നുണ്ട് പൊട്ടിക്കും. ഇത് കുറച്ചിട്ടുണ്ട്. അതിന് കൊടുത്തിട്ട് നമ്മുടെ കടുക്, ആവശ്യത്തിന് കടുക് ഇടുക.
കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്യാവശ്യം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇതാണ് ഈ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ് നമ്മുടെ ഈ അരപ്പ്. ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാക്കുന്നു. ഇതൊക്കെ ചെറിയ രീതിയിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ചെറിയ കരിക്കും. ചെറുതായിട്ടൊന്ന് ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂടുതൽ നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് ഇളക്കി മാറ്റിയെന്ന് പറഞ്ഞു ചെറുതായിട്ട്. നല്ല ചൂടാണ്. പകുതി അവിടെ കിടന്ന് പതിയെ തിളച്ച് വെന്തോളൂ. കാരണം അതിനകത്ത് നീ കൂടുതൽ കഴിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ സാധനം അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് സാധനം. അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. മീൻകറി ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ മണം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ മീൻകറി ഇരിക്കുന്നതുകൊണ്ട് മീൻകറിയുടെ മണം വരുന്നുണ്ട്, ഇതിൻ്റെ മണം വരുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ആ കുരുമുളകും എല്ലാം അവിടെ ചതച്ചതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ സൂപ്പർ നന്നായിട്ട് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഈ ഞണ്ടുകറി എന്ന് വെച്ചാൽ ഇച്ചിരി സ്പൈസി ആയിരിക്കണം. പക്ഷേ അത്യാവശ്യം എരിവും ഒക്കെ വേണം. നമ്മൾ നല്ല പെരണ്ട് നല്ല കറിയാകാൻ പാടും അതുമില്ല. അത്യാവശ്യം നമുക്ക് പെരണ്ട രീതിയാണ് എടുക്കാൻ. അത്യാവശ്യം ഒന്നും ആയിട്ടുണ്ട്. ഇത് ഇച്ചിരി ഏറെ ഉണ്ട്. നല്ല എരിവായിരിക്കും കേട്ടോ. കഴിക്കുമ്പോൾ നല്ല എരിവായിരിക്കും. കുരുമുളകാണ് മെയിനായിട്ട്. അതിനിടയ്ക്ക് നമ്മൾ ഒന്ന് ഒന്നുകൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറി. അതിനിപ്പം ഏകദേശം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടോ. ഇപ്പം ഇത് നോക്കിയാൽ മീൻ കറി ഒന്നും വേണമെങ്കിൽ അതിന് നേരം വേണ്ട 10 മിനിറ്റ് കറി. നമ്മൾ തുറന്ന് വെച്ച് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അത് ചാറ് കുടിച്ചൊന്ന് പറ്റിയൊന്ന് കുറുകാൻ വേണ്ടിയാണ്. ഇത് ഓൾമോസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഇതിനകത്ത് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അത്യാവശ്യം ഒന്ന് ചൂടായി മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മുടെ ഈ പറഞ്ഞ കൊച്ചുള്ളിയും സവാളയും. നമ്മൾ കൊച്ചുള്ളിയാണ് കൂടുതലിട്ടത്. സവാള വളരെ കുറവാണ്. കാരണം നമുക്ക് ഒന്ന് പുരട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. എന്നാലേ ഒന്ന് പുരണ്ട് കിട്ടത്തുള്ളൂ. നല്ലതായിട്ട് വഴറ്റുന്ന കിട്ടുന്നുണ്ട്. നല്ലതായിട്ട് വഴണ്ട് കിടന്നുണ്ട്. ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ്. ഇത് ഞങ്ങളിവിടെ ദുബായിൽ താമസിക്കുന്ന ഞങ്ങളുടെ സ്റ്റൈലിൽ വെറൈറ്റി ആയിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ കഴിഞ്ഞ ടൈപ്പായിട്ട് നമുക്ക് നോക്കാം. ഇതൊന്ന് വഴണ്ട് വേണ്ട. ഒന്ന് വഴണ്ടിട്ട് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മുടെ ഇത് സവോള ഇട്ടത് അടച്ചു വെച്ചു. കാരണം ഒന്ന് വഴണ്ട് വരുന്നുണ്ടോ. അതൊന്ന് ചെറിയ ആവിലിരുന്ന് വഴണ്ട് വഴണ്ട്. ഇതിനകത്ത് ഫൈനൽ ടച്ചപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തീ മൊത്തം ഓൾമോസ്റ്റ് ഞങ്ങൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഭാഗങ്ങൾ ചേർത്ത് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഫൈനൽ ടച്ചപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി ഇതിൻ്റെ മേളിൽ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കും. കുറച്ചിട്ടാൽ മതി കേട്ടോ. കുറച്ച് ഉലുവാപ്പൊടി ഒരു മണത്തിൽ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ പച്ച വെളിച്ചെണ്ണ ഇതിപ്പോൾ നോക്കിയില്ല. പച്ച വെളിച്ചെണ്ണ അതൊരു പേരിന് ഒന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ കറി ഇപ്പം റെഡിയായിട്ടുണ്ട്. നമ്മുടെ മീൻകറി റെഡിയായി. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില വേണം ഇടാൻ പറ്റും.
പച്ചയ്ക്ക് ഇങ്ങനെ മേലോട്ടുണ്ടാവും ഒരു ഭംഗിക്ക് വേണ്ടി. അങ്ങനെ കുറച്ച് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. സാധാരണ തണ്ടോടുകൂടിയാണ് ഇടുന്നത്. ഇങ്ങനെ ഇട്ടാലും മതി പച്ചയ്ക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇനി ബാക്കി ഇതിലൂടെ ഒന്ന് റെഡി ആയിട്ടൊന്ന് വരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിലൊന്ന് ഇളക്കി വെച്ചു കൊടുക്കാം അല്ലേ. പക്ഷേ വഴണ്ട് വരുന്നുണ്ട്. ചെറിയ രീതിയിൽ വെച്ചത് പതിയെ വഴണ്ടാണ് വെച്ചാൽ നല്ലതായിട്ട് വഴണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ. ഇതെന്നുണ്ടെങ്കിൽ വെറും വെള്ളമായി അപ്പം ഇവരെ ഒന്ന് മാറ്റി വെച്ചേക്കാം. മീനെ അങ്ങനെ നമ്മുടെ അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം കാണിച്ചുള്ളൂ. കണ്ടറിയാം അത്യാവശ്യം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ വഴണ്ടിട്ട് നല്ലതായിട്ട് എത്രയും നല്ലതായിട്ട് വഴണ്ടാൽ അത്രയും നല്ലതായിരിക്കും. കാരണം ആ വഴണ്ട് നല്ല അടച്ച് വെച്ച് ചെറിയ തീ വെച്ചാൽ മതി, തന്നെ വഴണ്ടും. ചിലർ ഉപ്പിടും വഴറ്റാൻ വേണ്ടി. ഞാൻ പക്ഷേ അങ്ങനെ ഉപ്പ് ഇട്ട് വഴറ്റാറില്ല. കാരണം ഈ ഉപ്പിട്ട് വഴറ്റി കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് ഉപ്പിട്ട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴലുമെന്ന് പറയും സവോള. പക്ഷേ എനിക്ക് കണ്ടെടുത്തോളം നമ്മൾ ഉപ്പിട്ടാനുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ഈ ചൂടായി വഴലുന്നല്ല, ഉപ്പിൻ്റെ ആ ഒരു പവർ കൊണ്ടിട്ട് ഒന്ന് വാടിയ പോലെ ആത്തേയുള്ളൂ. ശരിക്കും നല്ലതായിട്ട് വഴങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ചെറിയ രീതി വെച്ചിട്ട് സവോള വഴറ്റിയെടുത്താൽ മാത്രമേ സവോള അതിൻ്റെ ഒരു ഇതായിട്ട് വഴറ്റുള്ളൂ. ശരിക്കും ചതഞ്ഞത് അടി പിടിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഒന്നായിരുന്നു. നമുക്ക് ഇതിനകത്ത് തുണി കുറച്ച് മഞ്ഞപ്പൊടി, ബാക്കി നമ്മുടെ ഏകദേശം മീൻ ചേർക്കുന്നതിനൊക്കെ ചേർത്താൽ മതി. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ്. നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇപ്പോൾ അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നത് മെയിനായിട്ട്. മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. ഇത് കുറച്ച് മല്ലിപ്പൊടി. നമുക്ക് അത്ര അധികം ഉണ്ടാക്കിയുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. നമ്മൾ അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാൽ മതി. എനിക്ക് തോന്നി കുറേ കുറച്ചിട്ട് ഓൾറെഡി നമ്മൾ കുരുമുളക് നല്ലതായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പേര് നമ്മൾ ഇച്ചിരി ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് കുടംപുളി ചേർക്കണം. പക്ഷെ നമ്മൾ അതിന് വരെ നമ്മളിവിടെ തക്കാളി വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളിയാണ് കഴിക്കുന്നത്. വേണമെങ്കിൽ പുളിക്ക് തക്കാളി ഇത് രണ്ടിന് കുടംപുളിയേക്കാളും നല്ലത് തക്കാളിയാൻ തോന്നും. അപ്പോൾ കുടംപുളി ഇട്ടാലും നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ തനി വേറൊരു മീൻകറിയുടെ ടേസ്റ്റ് ആയിരിക്കും. അല്ലേ മണം തരുന്നില്ലേ? അതുണ്ട്. ഇവനെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഉണ്ടോ, ഓൾമോസ്റ്റ് ഇപ്പോൾ കണ്ടോ നല്ലതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് കാണാം അല്ലേ? നമ്മുടെ ക്യാമറയുടെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തപ്പോഴേക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റില്ല. നല്ല ഇരുട്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ തൂത്തിട്ടു. അത്യാവശ്യം മതി അല്ലേ? നമുക്ക് കുറച്ചൊന്ന് ഉപ്പ് ഇനി ഒന്ന് ആഡ് ചെയ്തു. കാരണം എന്താ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിട്ട് വരും. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ബാക്കി പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കാം അല്ലേ? കുറച്ച് ഉപ്പ് മണിയൊക്കെ ഇട്ടാൽ ഇതെല്ലാം പിടിച്ചോളൂ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ. അത്യാവശ്യം മൂത്തുണ്ട്. ഇനി നമ്മുടെ തക്കാളി, ഇനി നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ തക്കാളി ആഡ് ചെയ്യും. ഇതിപ്പോൾ ഒരു 1.5 തക്കാളിയുണ്ട്. ഇനി ഇവനും നല്ലതായിട്ടൊന്ന് വഴണ്ട് ഒന്ന് റെഡി ആയിട്ട് കിടക്കും. അപ്പോൾ ഓക്കെ, നമ്മളിതൊന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നുണ്ടോ. തക്കാളി നല്ലതായിട്ട് വഴണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. തക്കാളി നല്ലതായിട്ട് വഴണ്ട് നല്ലതായിട്ടൊന്നും ചേരണം. അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. അടച്ചു വെക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടുന്നുണ്ട്. സ്വല്പം ഒന്ന് വെള്ളം ആടി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വെച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ, അടി കയറി പിടിക്കും. നല്ലതായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഞണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നോക്കിയാൽ നല്ലതായിട്ട് തിളച്ച് നല്ല റെഡി ആയിരുന്നു. നമ്മൾ ഞണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് നമ്മൾ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. അത് തിളപ്പിച്ചതിന് ശേഷം വീണ്ടും കഴുകിയിട്ട് എടുത്ത് വെച്ചാണ്.
ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. തീ ഒന്ന് കുറച്ച് വെച്ചേക്കാം. ഞണ്ടൂടെ അതിനകത്ത് കയറിയാലേ ആ ഒരു മണം, ഞണ്ടിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ. ഇവനെ ഇളക്കി ഒന്ന് വെക്കണമെങ്കിലാണ് അതിനേക്കാളും വലിയ പാട്. ഇത് ഓൾറെഡി വെന്തതാണ് കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി മതി. കാരണം നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുമ്പോൾ ഇതുകൊണ്ട് ഞണ്ട് വേവും. പിന്നെ ഇതിന് ഈ മസാലകളൊക്കെ ഇതിനകത്തൊന്ന് കയറാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി മതി. നമ്മൾ വേറെ ഈ വലിയ പാത്രം ഇച്ചിരി വലിയ ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് അതിനകത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കും. പക്ഷേ ഇത് ചട്ടി ഇച്ചിരി ചെറുതായതുകൊണ്ട് നമുക്കൊന്ന് പുരട്ടിയെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പം ഇതിനി ഒരു 2 മിനിറ്റ് തീ കുറച്ചിട്ട് അടച്ചു വെക്കാം. ഒന്ന് കയറി പിടിച്ചോളൂ. ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമ്മളൊന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ബാക്കി കാര്യങ്ങളൊന്ന് ചാറൊന്ന് പിടിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതായത് കാണിച്ചോളി, ഇപ്പം ഇതിനകത്ത് വെള്ളം കൂടി ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചാറായിട്ടുണ്ട്, കുഴപ്പമില്ല. കാര്യം വെച്ചാൽ നമ്മൾ കഴിക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ 3-4 പേരുണ്ട്, നമുക്ക് തികയാതെ വരും. അത് കാരണം ഇച്ചിരി ചാറും ആയിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ടൊന്ന് കിടന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും അതൊന്ന് പിടിക്കുകയും ചെയ്യും. ഓൾറെഡി പിടിച്ചത് മസാലയും പിടിച്ച് മണമൊക്കെ ചാടി തുടങ്ങിയപ്പോൾ നല്ല കുറുകിയതല്ല, നല്ല കുറുകിയ സംഭവം ഉണ്ടോ. കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മെയിനായിട്ട്. നമുക്കിത് തവിയിട്ട് ഇളക്കാൻ വലിയ പാടാണ് ഇത്. കാരണം കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിപ്പോവുകയും ചെയ്യും. തവിയിട്ട് ഇളക്കി ഒന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഇതിങ്ങനെ നിറച്ചിരിക്കുന്നുണ്ടേ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചരുവത്തിൽ വെച്ചിട്ടുണ്ടാകും. ചെറിയ ചരുവുണ്ട് അതിനകത്ത് വെച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിത് ഇപ്പം ഉപ്പൊക്കെ നോക്കി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാതെ നമ്മൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ടേസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കും. അപ്പം നമ്മുടെ ഞണ്ട് കറി വെക്കുന്നതാണ് കണ്ടല്ലോ. അത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറി എല്ലാം റെഡിയാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചു. ഇന്ന് വൈകിട്ട് നമ്മൾ ഞണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പൊറോട്ടയോ അല്ലെങ്കിൽ കപ്പ വേവിച്ചത് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം അത് നടക്കൊന്നുമില്ല. ഞങ്ങൾ പൊറോട്ട എല്ലാം വിളിച്ചു അതിൻ്റെ അടുത്ത് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പാലപ്പം, നല്ല ഒന്നാന്തരം പാലപ്പം വാങ്ങിച്ചു. പിന്നെ പൊറോട്ട, അതിൻ്റെ കൂടെ നമ്മുടെ ഞണ്ടും, പിന്നെ അത്യാവശ്യം നമ്മുടെ സലാഡ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള വിശേഷങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ഞണ്ട് കറി എന്നുള്ള കാര്യം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ദീപക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ദീപക്ക് പൊറോട്ട എടുത്തിട്ടുണ്ട്. പൊറോട്ടയും കൂടുതൽ അവൻ ടേസ്റ്റ് ചെയ്യുകയാണ്. കഴിച്ചിട്ട് അവൻ പറയും ഞണ്ട് കഴിക്കണം കേട്ടോ. അവിടെ ചാറ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല, ഞണ്ടൂടെ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ദീപക്ക്. പിന്നെ ഞണ്ടിൻ്റെ കാല് കടിച്ച് കുറച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടാ? ഓക്കെ, ഡബിൾ ഓക്കെ ആണോ? അത് ശരി. അപ്പോൾ ആശാ അപ്പം ഞങ്ങൾ ഇനി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അളിയൻ അവിടെ നിന്ന് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അളിയനോട് വന്നതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കുന്നതായിരിക്കും. മാഷെ എങ്ങനെയുണ്ട് നമ്മുടെ കറിയുണ്ട്? അപ്പോൾ നമ്മുടെ ദീപക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മാഷ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷിൻ്റെ അഭിപ്രായം ഞങ്ങൾ കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. കടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. കാരണം പൊതുവെ ഈ സമയത്ത് കഴിക്കാറില്ല. പക്ഷെ ഞണ്ട് കണ്ടപ്പോ മേക്കിംഗ് വീഡിയോ അടക്കം ഉള്ളപ്പോ അത് കഴിച്ചില്ലെങ്കിൽ ലൈഫിൽ ഒരു മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മിസ്സിംഗ് തന്നെ ആയിരിക്കും. നമ്മുടെ ചാറ് നല്ല എടുത്തുണ്ട്, ഗ്രേവി നല്ലതായിട്ട് ശരിക്കും കുറിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇട്ട് കൊണ്ട് കഴിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം ഞാനിവിടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അളിയൻ വരാൻ പോകുന്നുള്ളൂ. അളിയനിപ്പോൾ വരുന്നേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകാൻ പോകുന്നു. നമ്മുടെ
കറി അത്യാവശ്യം നല്ല പൊളിയായിട്ടുണ്ട്. എനിക്ക് ഞണ്ട് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ഇത് നല്ല ഗ്രേവിയൊക്കെ കൊഴുത്ത് നല്ല ഇതായിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്താൽ മാത്രമേ ഗ്രേവിയാണ് ഗ്രേവി. ഗ്രേവിയൊക്കെ പൊടിയുണ്ടോ നല്ല അത്യാവശ്യമില്ല. കുരുമുളകിന്റെ നല്ല എരിവുണ്ട്. അത് വേണം, ഞണ്ടിന് അത് വേണം അല്ലേ? ഞണ്ടിനുള്ള എരിവ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് അത് അറിയാൻ ഫീൽ ചെയ്യണം. നമ്മള് ഇപ്പൊ എടുത്ത പാലപ്പാണ്. പാലപ്പത്തിന്റെ കൂട്ടത്തിലാണ് നമ്മളിത് കഴിക്കുന്നത്. പണി വന്നിട്ടാണ് ഇനി ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നമസ്കാരം. അതിന്റെ കൂടെ സലാഡും അങ്ങനെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് ദശയാണ്. ഇതാണ് നമ്മുടെ ഞണ്ടിന്റെ ദശയുടെ. ഇതങ്ങോട്ട് എടുത്ത് കഴിച്ചിട്ട് പക്ഷേ വേറെ സംഭവമുണ്ട്. ഇത് കഴിക്കണമുണ്ടോ അറിയണമില്ല. അത് ഞങ്ങൾ കഴിക്കുന്നത് സംഭവം നല്ല പൊളിയായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള തീർന്നില്ല. ഞാൻ ഇതൊന്നും തീർക്കണം. അപ്പം അതെ, അപ്പം ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇപ്പം നല്ല വീഡിയോ എടുത്തില്ലേ ഇപ്പം. എല്ലാവർക്കും അതെ, അടുത്തൊരു വീഡിയോയിലെ എല്ലാവർക്കും ബൈ ബൈ. ഇങ്ങോട്ട് നോക്കണേ. ഇവിടെ ഇവിടെ നോക്കല്ലേ. ഇവിടെ നോക്കിയുള്ള കുഴപ്പമൊന്നുമില്ല. എനിക്ക് വരാൻ പറഞ്ഞു പറ്റിയ അബദ്ധമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് നോക്കണം. നമ്മുടെ ഈ ക്യാമറയിൽ നോക്കണം. നമ്മളെ നോക്കുക. നമ്മളെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെടുക്കുന്ന വീഡിയോ നമ്മളെ ഇത് നോക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ കാണുന്ന ഒരാൾക്ക് നോക്കുന്നതായിട്ട് വീഡിയോ കാണുന്ന ഒരാൾക്ക് നോക്കിയാൽ റെക്കോർഡിംഗ് കമ്പനി എല്ലാം എഡിറ്റ് ചെയ്യുന്നുണ്ട്.